സമഗ്ര വികസന കാര്യത്തിൽ ഇന്ത്യ പാകിസ്ഥാന് പിന്നിൽ. വേൾഡ് എക്കണോമിക് ഫോറത്തിന്റെ റിപ്പോർട്ട് പ്രകാരം വളർച്ചാ നിരക്കിൽ ഇന്ത്യ പാകിസ്ഥാന് താഴെയാണ്. 79 വികസ്വര രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം 60ാമത്. അയൽ രാജ്യങ്ങളെല്ലാം പുരോഗതിയുടെ കാര്യത്തിൽ ഇന്ത്യക്ക് മുകളിലാണ്. വികസ്വര രാജ്യങ്ങളുടെ പട്ടികയിൽ പാകിസ്ഥാൻ 52ാം സ്ഥാനത്തും ഇന്ത്യ 60ാം സ്ഥാനത്തുമാണ് ഉള്ളത്. സാമ്പത്തിക വളർച്ച, സാമ്പത്തിക അസമത്വത്തിലെ അന്തരം തുടങ്ങി 12ഓളം കാര്യങ്ങൾ പരിഗണിച്ച് ലോക സാമ്പത്തിക ഫോറം തയ്യാറാക്കുന്ന സമഗ്ര വികസന സൂചിക പട്ടികയിലാണ് ഇന്ത്യയുടെ സ്ഥാനം 60ലേക്ക് താഴ്ന്നത്. പട്ടികയിലുള്ള ആകെ 79 രാജ്യങ്ങളിൽ 1ാം സ്ഥാനത്തുള്ളത് ലിത്വാനിയയാണ്. ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളെല്ലാം വികസന കാര്യത്തിൽ ബഹുദൂരം മുന്നേറിയതായി സൂചിക വ്യക്തമാക്കുന്നു. പട്ടികയിൽ പാകിസ്ഥാൻ 52ാം സ്ഥാനത്താണെന്നതാണ് ഏറെ ശ്രദ്ധേയമായ വസ്തുത. ചൈന 15ാം സ്ഥാനത്തും നേപ്പാൾ 27ാം സ്ഥാനത്തും ബംഗ്ലാദേശ് 36ാം സ്ഥാനത്തുമാണ് പട്ടികയിൽ ഇടം പിടിച്ചിരിക്കുന്നത്. ഇന്ത്യ ഉൾപ്പെട്ട ബ്രിക്സ് രാജ്യങ്ങളിൽ ബ്രസീലും റഷ്യയും അടക്കം വികസനത്തിന്റെ കാര്യത്തിൽ ഏറെ കുതിപ്പ് നടത്തി. പട്ടികയിൽ റഷ്യ 13ാം സ്ഥാനത്തും ബ്രസീൽ 30ാം സ്ഥാനത്തുമാണ്. പട്ടികയിൽ യഥാക്രമം 2 മുതൽ 10 വരെയുള്ള സ്ഥാനങ്ങളിൽ പോളണ്ട്, റുമേനിയ, ഉറുഗ്വേ, ലാത്വിയ, പനാമ, കോസ്റ്റാറിക്ക, ചിലി എന്നീ രാജ്യങ്ങൾ ഇടം പിടിച്ചു. രാജ്യത്തിന്റെ വളർച്ചാ നിരക്ക് 7.6% നിന്ന് 6.6 ആയി താഴ്ന്നതായി അന്താരാഷ്ട്ര നാണയനിധിയുടെ കണക്കും കഴിഞ്ഞ ദിവസം പുറത്തുവന്നിരുന്നു. നോട്ട് അസാധുവാക്കൽ പ്രഖ്യാപിച്ച നവംബർ 8-ന് ശേഷമാണ് വളർച്ചാ നിരക്ക് കുത്തനെ ഇടിഞ്ഞതെന്നും IMFന്റെ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. മേക്ക് ഇൻ ഇന്ത്യ, ക്യാഷ്ലെസ് എക്കോണമി തുടങ്ങിയ സർക്കാരിന്റെ പ്രഖ്യാപനങ്ങളിലെ പൊള്ളത്തരങ്ങളാണ് ലോക സാമ്പത്തിക ഫോറത്തിന്റെ റിപ്പോർട്ടിലൂടെ പുറത്തുവന്നിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്. ഉത്തർപ്രദേശിൽ ബീഹാർ മോഡൽ വിശാല സഖ്യത്തിന്റെ പ്രഖ്യാപനം ഉടനുണ്ടായേക്കും. JDU, തൃണമൂൽ പാർട്ടികളുമായി അഖിലേഷ് വിഭാഗം ചർച്ച നടത്തി. കോൺഗ്രസ്, സമാജ്വാദി പാർട്ടിയുമായി സഖ്യമായി മത്സരിക്കുമെന്ന് ഗുലാം നബി ആസാദ് ദില്ലിയിൽ സ്ഥിരീകരിച്ചു. അതേസമയം പഞ്ചാബിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന്റെ പേരിൽ BJPയിൽ ഭിന്നത ശക്തമായി. അതൃപ്തി തുറന്നു പ്രകടിപ്പിച്ച സംസ്ഥാന അധ്യക്ഷനും കേന്ദ്രമന്ത്രിയുമായ വിജയ് സാംബള രാജ്യസന്നദ്ധത അറിയിച്ചു. എന്നാൽ രാജ്യവാർത്ത മാധ്യമ സൃഷ്ടി മാത്രമാണെന്ന് വിജയ് സാംബള പിന്നീട് പ്രതികരിച്ചു. പഞ്ചാബിൽ നാമനിർദ്ദേശ പത്രിക നൽകാനുള്ള തീയതി നാളെ അവസാനിക്കാനിരിക്കെയാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന്റെ പേരിൽ BJP സംസ്ഥാന ഘടകത്തിൽ പൊട്ടിത്തെറി രൂക്ഷമായത്. ശിരോമണി അകാലിദളുമായി സഖ്യമായി മത്സരിക്കുന്ന BJPയുടെ 23 സ്ഥാനാർത്ഥികളിൽ 6 പേരെ കൂടിയാണ് പുതുതായി പ്രഖ്യാപിച്ചത്. എന്നാൽ സംസ്ഥാന അധ്യക്ഷൻ വിജയ് സാംബള മുന്നോട്ട് വച്ച സ്ഥാനാർത്ഥികളെ ഒഴിവാക്കിയായിരുന്നു പ്രഖ്യാപനം. 2 സംസ്ഥാന മന്ത്രിമാരെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയതിന് പിന്നാലെ ഫഗ്വാര മണ്ഡലത്തിൽ സംസ്ഥാന അധ്യക്ഷൻ നിർദ്ദേശിച്ച സ്ഥാനാർത്ഥിയെയും പട്ടികയിൽ ഉൾപ്പെടുത്തിയില്ല. സംസ്ഥാന ഘടകത്തിന്റെ താൽപര്യം അവഗണിച്ചതിൽ പ്രതിഷേധിച്ച് അധ്യക്ഷ പദവിയിൽ നിന്നും കേന്ദ്രമന്ത്രി സ്ഥാനത്ത് നിന്നും രാജിവെക്കാൻ സന്നദ്ധമാണെന്ന് അറിയിച്ച് വിജയ് സാംബള അമിത്ഷായ്ക്ക് കത്ത് നൽകി. അതേസമയം കോൺഗ്രസുമായി സഖ്യസാധ്യത ഉറപ്പിച്ച അഖിലേഷ് യാദവ് മറ്റു പാർട്ടികളുമായി ചേർന്ന് ബീഹാർ മോഡൽ വിശാല സഖ്യത്തിന് നീക്കം ശക്തമാക്കി. JDU, തൃണമൂൽ, രാഷ്ട്രീയ ലോക്ദൾ പാർട്ടികളുമായി അഖിലേഷിന്റെ അനുയായികൾ ചർച്ച നടത്തി. കോൺഗ്രസ്, സമാജ്വാദി സഖ്യത്തിൽ 125-ൽ പരം സീറ്റുകൾ ആവശ്യപ്പെടുമെന്ന് വ്യക്തമാക്കിയ ഗുലാം നബി ആസാദ് സഖ്യത്തിന്റെ വിശദാംശങ്ങൾ വരും ദിവസങ്ങളിൽ പുറത്തുവിടുമെന്നും വ്യക്തമാക്കി. കോൺഗ്രസിന് പുറമെ മറ്റു പാർട്ടികളുമായി ചേർന്ന് വിശാല സഖ്യത്തിന് അഖിലേഷ് യാദവ് നീക്കം ശക്തമാക്കിയതിന് പിന്നാലെ പഞ്ചാബിലെ സംസ്ഥാന ഘടകത്തിലെ പൊട്ടിത്തെറി കൂടി BJPയിൽ പ്രതിസന്ധി രൂക്ഷമാക്കുമെന്ന് ഉറപ്പായി. മനുശങ്കർ, ന്യൂസ് ബ്യൂറോ, ദില്ലി. വിദ്യാഭ്യാസത്തിന് പണക്കൊഴുപ്പ് മാനദണ്ഡമാക്കരുതെന്ന മുഖ്യമന്ത്രി. ലാഭക്കണ്ണോടെയാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നതെന്നും അബ്കാരികൾ വരെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങിയിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കോഴ വാങ്ങി നിയമനം നടത്തുന്നവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്നും ഇതിനായി വിജിലൻസിന് നിർദ്ദേശം നൽകിയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വിദേശത്ത് IS-ഉം ഇവിടെ RSS-ഉം ചെയ്യുന്നത് ഒരേ കാര്യമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സമൂഹത്തിൽ മതതീവ്രവാദം വളർത്താനാണ് ഇവർ ശ്രമിക്കുന്നതെന്നും മതവിശ്വാസവും വർഗീയതയും രണ്ടും രണ്ടാണെന്നും പിണറായി വിജയൻ പറഞ്ഞു. വർഗീയതയിൽ നിന്നാണ് തീവ്രവാദത്തിലേക്ക് പോകുന്നത്. അത് വേറൊരു കാര്യം, വേറെ വകുപ്പിൽപ്പെട്ടതാണ്. അപ്പോൾ വർഗീയത നമ്മൾ അകറ്റി നിർത്തേണ്ട ഒരു കാര്യമാണ്. ഇത് സമൂഹത്തിൻ്റെ ഒരു ദുഃഖമാണ്. ആ ദുഃഖം അകറ്റാൻ നമുക്ക് കഴിയണം. ഇത് അങ്ങേയറ്റം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ദേശീയ തലത്തിൽ സ്ഥാനമുറപ്പിക്കാൻ പരിശ്രമിച്ച ഉമ്മൻചാണ്ടി കരിമ്പട്ടികയിൽ ഉൾപ്പെട്ട ബ്രിട്ടീഷ് കമ്പനിക്ക് നോട്ട് അച്ചടിക്ക് അനുമതി നൽകിയെന്ന ആരോപണം ഉന്നയിച്ച് AICC ആസ്ഥാനത്ത് ഉമ്മൻചാണ്ടിയുടെ വാർത്താ സമ്മേളനം. PC ചാക്കോയോടൊപ്പമായിരുന്നു ഉമ്മൻചാണ്ടിയുടെ വാർത്താ സമ്മേളനം. ഉമ്മൻചാണ്ടി ദേശീയ നേതാവ് തന്നെയാണെന്ന് PC ചാക്കോ പറഞ്ഞു.
കേരളത്തിൽ 2 തവണ വാർത്താ സമ്മേളനത്തിൽ ഉയർത്തിയ അതേ വിഷയവുമായാണ് ഉമ്മൻചാണ്ടി ഇത്തവണ AICC ആസ്ഥാനത്തെത്തിയത്. കോൺഗ്രസ് വക്താവ് മീം അഫ്സൽ, PC ചാക്കോ എന്നിവരോടൊപ്പം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ കരിമ്പട്ടികയിൽ ഉൾപ്പെട്ട ബ്രിട്ടീഷ് കമ്പനിയുമായി മോദി സർക്കാരിനുള്ള ബന്ധമായിരുന്നു ആരോപണം. In 2016, they started their office in Delhi. Their activities very actively here. കേരളത്തിൽ പലതവണ ഉന്നയിച്ച ആരോപണം AICC കേന്ദ്ര നേതാക്കൾ ഏറ്റെടുത്തിരുന്നില്ല. ആ പശ്ചാത്തലത്തിലാണോ നേരിട്ട് ദില്ലിയിൽ വാർത്താ സമ്മേളനം നടത്തുന്നത് എന്ന ചോദ്യത്തിന് PC ചാക്കോ മറുപടി നൽകി. ഉമ്മൻചാണ്ടിയും ദേശീയ നേതാവ് തന്നെ. In fact, Manchandi is part of our national leadership. We are making this demand from the national platform of the Congress party. സംഘടനാ തെരഞ്ഞെടുപ്പ് ഹൈക്കമാൻഡ് തള്ളിയെങ്കിലും രാഹുൽ ഗാന്ധിക്ക് കീഴടങ്ങിയ ഉമ്മൻചാണ്ടി അത് ഉറപ്പിക്കാൻ കൂടിയാണ് വാർത്താ സമ്മേളനത്തിൽ ശ്രമിച്ചത്. വലിയ പ്രതീക്ഷയോടെയാണ് നടത്തിയതെങ്കിലും ദേശീയ മാധ്യമങ്ങൾ ഉമ്മൻചാണ്ടിയുടെ ആരോപണങ്ങൾ ഏറ്റെടുത്തതുമില്ല. ന്യൂസ് ബ്യൂറോ, ദില്ലി. CK പത്മനാഭനെ പൊതുപരിപാടികളിൽ നിന്നും വിലക്കാൻ BJP തീരുമാനം. പ്രവർത്തകർ തെരുവിൽ ചോദ്യം ചെയ്യുന്ന സാഹചര്യമുണ്ടാകുമെന്ന് ഭാരവാഹി യോഗം. ചെഗുവേര പരാമർശത്തിന്റെ പേരിൽ CK പത്മനാഭന്റെ വാക്കാലുള്ള വിശദീകരണം തള്ളിയ കോർ കമ്മിറ്റിയും സംസ്ഥാന ഭാരവാഹി യോഗവും നടപടിക്കാര്യത്തിൽ ആശയക്കുഴപ്പത്തിലായിരിക്കുകയാണ്. RSS കടുത്ത അതൃപ്തി അറിയിച്ചെങ്കിലും CKPക്കെതിരെ നടപടിയെടുത്താൽ BJPയിൽ കൊഴിഞ്ഞുപോക്കുണ്ടാകുമെന്നും പ്രവർത്തകർ തെരുവിലിറങ്ങുമെന്നുള്ള വിലയിരുത്തലിലാണ് സംസ്ഥാന ഭാരവാഹി യോഗം എത്തിയത്. പാർട്ടി നിലപാട് നാളെ നടക്കുന്ന സംസ്ഥാന കൗൺസിലിൽ അധ്യക്ഷൻ കുമ്മനം രാജശേഖരൻ വിശദീകരിക്കണമെന്ന അഭിപ്രായം ഉയർന്നിട്ടുണ്ട്. തത്കാലം വെടിനിർത്തി അജണ്ടയിലേക്ക് ശ്രദ്ധ തിരിക്കാനാണ് കേന്ദ്ര നിർദ്ദേശം. BJPയിൽ പ്രോട്ടോകോൾ പാലിക്കുന്നില്ലെന്നും നേതാക്കൾ അനാഥരെ അലയുകയാണെന്നുമുള്ള വിമർശനമുണ്ടായി. ഇന്ന് നടന്ന സംസ്ഥാന കമ്മിറ്റി യോഗത്തിലാണ് വിമർശനമുണ്ടായത്. ജനകീയ വിഷയം ഉയർത്തി അക്രമ രാഷ്ട്രീയത്തിനെതിരെയാണ് BJPയുടെ പ്രചരണമെന്ന സൂചനയാണ് അധ്യക്ഷ പ്രസംഗത്തിൽ കുമ്മനം വ്യക്തമാക്കിയത്. എന്നാൽ അക്രമത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് BJPയുടെ സംഘടനാ ചുമതല വഹിക്കുന്ന കർണാടകയിൽ നിന്നുള്ള MP നളിൻകുമാർ കാട്ടിൽ യോഗത്തിൽ വ്യക്തമാക്കി. കേരളത്തിലെ BJPക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ കർണാടകത്തിൽ പകരം ചോദിക്കുമെന്ന ഭീഷണിയും നളിൻകുമാർ ആവർത്തിച്ചു. നാളെ മാമൻ മാപ്പിള ഹാളിൽ ചേരുന്ന സംസ്ഥാന സമിതി യോഗം വെങ്കയ്യ നായിഡു ഉദ്ഘാടനം ചെയ്യും. TP പ്രശാന്ത്, ന്യൂസ് ബ്യൂറോ, കോട്ടയം. 57ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം 2ാം ദിനവും പുരോഗമിക്കുകയാണ്. കാണികളെ ഏറെ ആകർഷിക്കുന്ന നൃത്ത ഇനങ്ങൾക്കാണ് 2ാം ദിനം വേദിയാവുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ബിജേഷ് നടുവിൽ ചേരുകയാണ്. ബിജേഷ്, ഏതൊക്കെ ഇനങ്ങളിലാണ് ഇപ്പോൾ മത്സരം പുരോഗമിക്കുന്നത്? ഒപ്പം കലോത്സവ നഗരിയിലെ ഏറ്റവും പുതിയ വിശേഷങ്ങൾ കൂടി. ഗ്രീഷ്മ, തീർച്ചയായിട്ടും 50 മത്സര ഇനങ്ങളാണ് ഇന്നത്തെ ദിവസം ഉണ്ടായിരുന്നത്. അതിൽ ആകെ 19 മത്സരങ്ങൾ മാത്രമാണ് പൂർത്തിയായിട്ടുള്ളത്. അതായത് 38% മത്സരങ്ങൾ പൂർത്തിയായിരിക്കുന്നു. പല മത്സരങ്ങളും വൈകി തുടങ്ങുന്ന ഒരു കാഴ്ച ഇത്തവണ ഉണ്ടായിട്ടുണ്ട്. മോഹിനിയാട്ട മത്സരമാണെങ്കിൽ 4 മണിക്കൂറോളം തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ വന്നിരിക്കുന്നു. ഒപ്പന കൃത്യം പറഞ്ഞ സമയത്ത് തന്നെ ഇവിടെ തുടങ്ങാൻ സാധിച്ചിട്ടുണ്ട് എന്നതും അതിൻ്റെ ഇടയിൽ നമുക്ക് എടുത്തു പറയണം. ഒന്നാമത്തെ മത്സരവേദിയായിട്ടുള്ള നിളയിലാണ് ഇപ്പോൾ ഒപ്പന മത്സരം നടക്കുന്നത്. ഗ്ലാമർ ഇനങ്ങളിൽ ഒന്ന് തന്നെയാണ് കലോത്സവ നഗരിയെ സംബന്ധിച്ചിടത്തോളം ഒപ്പന മത്സരം എന്നതും എടുത്തു പറയണം. അതുകൊണ്ട് തന്നെ വലിയ ഒരു സദസ്സിന് മുന്നിലാണ് പ്രധാന വേദിയായ പോലീസ് മൈതാനിയിലെ നിളയിൽ ഇപ്പോൾ ഒപ്പന അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. മറ്റ് പല വേദികളിലും നേരത്തെ പറഞ്ഞിരിക്കുന്ന സമയത്ത് മത്സരങ്ങൾ തുടങ്ങാൻ സാധിച്ചിട്ടില്ല എന്നതും നമുക്ക് ചൂണ്ടിക്കാണിക്കേണ്ടി വരുന്നു. പാലക്കാട് തന്നെയാണ് ഇത്തവണ ഏറ്റവും മുൻപന്തിയിൽ ഉള്ളത്. 75 പോയിന്റുമായിട്ട് പാലക്കാടാണ് മുൻപന്തിയിൽ നിൽക്കുന്നത്. കൊല്ലവും അതോടൊപ്പം തന്നെ കോട്ടയവും 2ാം സ്ഥാനത്ത് നിൽക്കുന്നു. 73 പോയിന്റാണ് ഇവർക്ക് രണ്ടുപേർക്കും ഉള്ളത്. എന്തായാലും ഇഞ്ചോടിഞ്ച് പോരാട്ടം തന്നെയാണ് ജില്ലകൾ തമ്മിൽ കാഴ്ചപ്പെടുന്നത്. അതോടൊപ്പം നമുക്ക് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പീലുകളുടെ ഒരു മേള എന്നുകൂടി പറയേണ്ടി വരും. 2052 മത്സരാർത്ഥികളാണ് ഇത്തവണ അപ്പീലുകളിലൂടെ ഹയർ സെക്കൻഡറി ഹൈസ്കൂൾ വിഭാഗങ്ങളിലായിട്ട് ഇവിടെ എത്തിയിരിക്കുന്നത്. അതുകൊണ്ടുകൂടെയാണ് പല മത്സരങ്ങളും പറഞ്ഞ സമയത്ത് തീർക്കാൻ സാധിക്കാതെയും ചില മത്സരങ്ങൾ എങ്കിലും പറഞ്ഞ സമയത്ത് തുടങ്ങാൻ സാധിക്കാതെ വരുന്നതും എന്നത് സംഘാടകർ പറയുന്നതും അതോടൊപ്പം തന്നെ നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നതുമായ ഒരു വസ്തുത തന്നെയാണ്. അത് ചൂണ്ടിക്കാണിക്കാതെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുമില്ല. എന്തായാലും മത്സരാർത്ഥികളും അതോടൊപ്പം തന്നെ കണ്ണൂരിലെ ജനതയും 57ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തെ ഇരു കൈയും നീട്ടി തന്നെ സ്വീകരിച്ചിരിക്കുന്നു. അതിൻ്റെ പ്രഥമ ദൃഷ്ടിയായുള്ള പല കാഴ്ചകളും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും 19 മത്സരങ്ങൾ മാത്രമാണ് ഇതുവരെ പൂർത്തിയാക്കാൻ സാധിച്ചിരിക്കുന്നത്. ബാക്കി 50 മത്സരങ്ങളിൽ ബാക്കിയുള്ള മത്സരങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. 58ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം പുതിയ മാനുവൽ പ്രകാരമെന്ന് വിദ്യാഭ്യാസ മന്ത്രി. മാനുവൽ പരിഷ്കരണത്തിന്റെ ഭാഗമായി മാധ്യമപ്രവർത്തകരുമായി മന്ത്രി ചർച്ച നടത്തി. തർക്കത്തിനുള്ള അവസരം പരമാവധി കുറച്ച് വേണം മാറ്റം നടപ്പാക്കേണ്ടതെന്ന് യോഗത്തിൽ അഭിപ്രായമുയർന്നു. സ്കൂൾ കലോത്സവം വർഷങ്ങളായി റിപ്പോർട്ട് ചെയ്തുവരുന്ന മാധ്യമപ്രവർത്തകരുമായാണ് വിദ്യാഭ്യാസ മന്ത്രി ചർച്ച നടത്തിയത്.
പണക്കൊഴുപ്പ്, അപ്പീലുകൾ, ഗ്രേസ് മാർക്ക് എന്നിവ സജീവ ചർച്ചയായി. പണക്കൊഴുപ്പ് ഒഴിവാക്കി നൃത്ത ഇനങ്ങളിൽ ലളിതമായ വേഷം കൊണ്ടുവന്ന് അവതരണ ഭംഗിക്ക് പ്രാധാന്യം കൊടുക്കണം. വേദിയിൽ എന്താണ് അവതരിപ്പിച്ചതെന്ന് വിധികർത്താക്കളുമായി ആശയവിനിമയം നടത്താൻ 2 മിനിറ്റെങ്കിലും സമയം അനുവദിക്കണം. ഗ്രേസ് മാർക്ക് നൽകുന്ന പ്രവണത ഒഴിവാക്കി ഉന്നത പഠനത്തിന് വെയിറ്റേജ് നൽകുന്ന രീതി കൊണ്ടുവരണം. സ്പോർട്സ് കോട്ട പോലെ ഇത് നടപ്പാക്കാനാവും. അപ്പീലുകൾ ജില്ലാതലത്തിൽ വരെ മാത്രമാക്കി പരിമിതപ്പെടുത്തണം. വലിയൊരളവോളം വിവാദങ്ങൾ ഒഴിവാക്കാൻ ഇത് സഹായിക്കും. തുടങ്ങി ഒട്ടേറെ നിർദ്ദേശങ്ങൾ ചർച്ചയിൽ ഉയർന്നു വന്നു. അടുത്ത മാസം തിരുവനന്തപുരത്ത് കലാരംഗത്തെ വിദഗ്ധരെയടക്കം പങ്കെടുപ്പിച്ച് തുടർ ചർച്ചകൾ നടത്തുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ സി രവീന്ദ്രനാഥ് പറഞ്ഞു. വിദഗ്ധമായിട്ടുള്ള അഭിപ്രായവും അതുപോലെ തന്നെ അനുഭവത്തിൽ നിന്നുള്ള അഭിപ്രായം ഇത് രണ്ടും കൂടി ചേർത്ത് ഒരു ഡ്രാഫ്റ്റ് മാനുവൽ ഉണ്ടാക്കി അത് 2-3 ശില്പശാലകളിൽ വളരെ വിശദമായി ചർച്ച ചെയ്ത് നിയമജ്ഞരുമായി ചർച്ച ചെയ്ത് അത് ഏറ്റവും ജനകീയമായ കലോത്സവം ഒരു മാതൃകയാണ് എന്ന് പറയാവുന്ന രീതിയിൽ ഉള്ള ഒരു മാനുവലാക്കി 2-3 ഇത്തരത്തിലുള്ള ചർച്ചകൾ ശേഷം മാറ്റിയെടുത്ത് അടുത്ത വർഷത്തെ കലോത്സവം 58ാമത്തെ കലോത്സവം പുതിയ മാനുവലിനെ ആസ്പദമാക്കിയിട്ടായിരിക്കും. കലോത്സവത്തിലെ അനാരോഗ്യകരമായ മത്സരങ്ങളും വിവാദങ്ങളും പൂർണ്ണമായും ഒഴിവാക്കുകയാണ് മാനുവൽ പരിഷ്കരണത്തിലൂടെ സർക്കാർ ലക്ഷ്യമിടുന്നത്. മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ, DPI KV മോഹൻകുമാർ എന്നിവരും ചർച്ചയിൽ പങ്കെടുത്തു. കലോത്സവ വേദിയിൽ നിന്നും AK ലതീഷ്. കേരള നടനത്തിൽ കല്ലുകടിയായി ഇടയ്ക്കിടെ പാട്ട് നിലച്ചു. CD-യുടെ പ്രശ്നമെന്ന് സംഘാടകരും സിസ്റ്റത്തിന്റെ തകരാറാണെന്ന് മത്സരാർത്ഥികളും പറഞ്ഞു. ഹൈസ്കൂൾ വിഭാഗം പെൺകുട്ടികളുടെ കേരള നടനത്തിനിടെയാണ് പാട്ട് വില്ലനായത്. ഇടുക്കി വണ്ടൻമേട് MES ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥിനി കാവ്യ സംസ്ഥാന സ്കൂൾ കലോത്സവ വേദിയിലെത്തുന്നത് ആദ്യമായാണ്. റവന്യൂ ജില്ലയിൽ നിന്ന് 1ാം സ്ഥാനവുമായി കണ്ണൂരെത്തിയ കാവ്യയെ കേരള നടനത്തിനിടെ 3 തവണ പാട്ട് ചതിച്ചു, അല്ലെങ്കിൽ CD ചതിച്ചു. CD മാറ്റി നൽകിയിട്ടും 3 തവണ പാട്ട് നിന്നു. ഒരുപാട് പേര് അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അവരുടെ കയ്യിൽ നിന്നുള്ള പ്രശ്നമാണ്. ഞാൻ 3 CD കൊടുത്തു, 3 എടുക്കുന്നില്ലാതെ വന്നു. അപ്പൊ CD-യുടെ ഒരു പ്രോബ്ലം ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. കാവ്യയ്ക്ക് പുറമെ മറ്റു മത്സരാർത്ഥികൾക്കും സമാന അനുഭവമുണ്ടായി. കഥകളിയുടെ ചടുലതയും മോഹിനിയാട്ടത്തിന്റെ ലാസ്യവും ഒത്തുചേർന്ന കേരള നടനം ആസ്വദിക്കാൻ വേദി 2-ൽ നിരവധി പേർ എത്തിയിരുന്നു. പുരാണ കഥാപാത്രങ്ങളും കഥയുമാണ് കേരള നടനത്തിൽ നിറഞ്ഞു നിന്നത്. ക്യാമറാമാൻ ഷൈജൂത് പിലാത്രയ്ക്കൊപ്പം AK ലതീഷ്. പതിവ് വിട്ടുള്ള പരീക്ഷണങ്ങളായിരുന്നു ഹയർ സെക്കൻഡറി വിഭാഗം ആൺകുട്ടികളുടെ കുച്ചിപ്പുടി മത്സരവേദിയിൽ. നിറഞ്ഞ സദസ്സുകൊണ്ടും വേദി ശ്രദ്ധേയമായി. സ്കൂൾ കലോത്സവത്തിലെ ഗ്ലാമർ ഇനങ്ങളിലൊന്നായ കുച്ചിപ്പുടിക്ക് പ്രധാന വേദിയായ നിള നിറഞ്ഞു കവിഞ്ഞു. പതിവ് വിട്ടുള്ള പരീക്ഷണങ്ങളും ഹയർ സെക്കൻഡറി വിഭാഗം കുച്ചിപ്പുടി വേദിയിൽ കണ്ടു. രാവിലെ 9 മണിയോട് ആരംഭിച്ച മത്സരം സമയത്തിന് തീരാതിരുന്നത് മറ്റു മത്സരങ്ങളും വൈകിപ്പിച്ചു. അപ്പീൽ ഉൾപ്പെടെ 21 പേരാണ് ഹയർ സെക്കൻഡറി ആൺകുട്ടികളുടെ വിഭാഗത്തിൽ മാത്രം വേദിയിലെത്തിയത്. ക്യാമറമാൻ ജിബേഷിനൊപ്പം KT സാലിഹ്, കണ്ണൂർ. കണ്ണൂരിന്റെ കലോത്സവത്തിന് കൂട്ടായി തലശ്ശേരി ദം ബിരിയാണിയും. മറ്റ് ജില്ലകളിൽ നിന്നും കണ്ണൂരിലെത്തുന്നവർക്ക് ബിരിയാണി കഴിക്കാതെ മടങ്ങാനാവില്ല. കലയ്ക്കും സാഹിത്യത്തിനും ഇടതുപക്ഷ രാഷ്ട്രീയത്തിനുമൊപ്പം സ്വന്തമായൊരു ഭക്ഷണ സംസ്കാരവും കണ്ണൂരിലുണ്ട്. മലബാറിലെ പ്രിയപ്പെട്ട ബിരിയാണി സാക്ഷാൽ ദം ബിരിയാണിയുടെ നാട്. ഇതിൽ സ്പെഷ്യലി കെമിക്കലൊന്നും ചേർക്കുന്നില്ല, കളറില്ല, അജിനോമോട്ടോ ഇല്ല, ഒന്നുമില്ല. നാച്ചുറലായിട്ട് മാത്രം ഉണ്ടാക്കുന്നതാണ്. കസ്റ്റമർക്ക് കാണാൻ അവിടെ ഇരുന്നിട്ട് ഉണ്ടാക്കുന്നത്. കാഴ്ചയിൽ ആർഭാടമൊന്നുമില്ലെങ്കിലും രുചിയിൽ ഉപ്പുലിയാണ്. പുലിയെ അതിന്റെ മടയിൽ കയറി പിടിക്കണമെന്നല്ലേ? അപ്പൊ കണ്ണൂരിലെത്തുന്നവർ മറക്കണ്ട, ഒരു ദം ബിരിയാണി കഴിച്ചേ പോകാവൂ. ക്യാമറാമാൻ ഷൈജു പിലാത്തറക്കൊപ്പം KT സാലിഹ്. തിരികെ വാർത്തകളിലേക്ക്. സാന്ത്വനത്തിന്റെയും സന്തോഷത്തിന്റെയും ചരിത്ര മുഹൂർത്തമായി സലാം മുംബൈ, കൈരളി TVയും എലിക്സർ കരുണാലയും ചേർന്നൊരുക്കിയ മെഗാ ഷോ അവിസ്മരണീയ മുഹൂർത്തങ്ങളുടെ സംഗമവേദിയായിരുന്നു. മെഗാസ്റ്റാർ മമ്മൂട്ടിക്ക് ആവേശകരമായ വരവേൽപ്പാണ് മുംബൈ മലയാളികൾ നൽകിയത്. സന്നദ്ധ സംഘടനയായ എലിക്സർ കരുണാലയ ട്രസ്റ്റും
കൈരളി ടിവിയും ചേർന്നൊരുക്കിയ സലാം മുംബൈ നന്മയുടെ കയ്യൊപ്പോടുകൂടിയ മേന്മ നിറഞ്ഞ കലാപരിപാടികളുടെ അപൂർവ വേദിയായി. ജനുവരി 15 ഞായറാഴ്ച വൈകുന്നേരം 5 മണിക്ക് എലിക്സർ കരുണാലയ ട്രസ്റ്റിന്റെ വാർഷിക പരിപാടിക്ക് തുടക്കമിട്ടു. രാജ്യസഭാ ഉപാധ്യക്ഷൻ PJ കുര്യൻ, മാർത്തോമ സഭ മുംബൈ ഭദ്രാസന ബിഷപ്പ് ഗീവർഗീസ് മാർ തിയോഡേഷ്യസ്, പ്രതാപ് സർനായക് MLA എന്നിവർ സംബന്ധിച്ച ചടങ്ങിൽ 100ാം പിറന്നാൾ ആഘോഷിക്കുന്ന ഫിലിപ്പോസ് മാർ ക്രിസോസ്റ്റം വലിയ മെത്രോപൊലിത്തയെയും 60ാം പിറന്നാൾ ആഘോഷിക്കുന്ന ബിഷപ്പ് ഡോക്ടർ ജോസഫ് മാർ തോമസിനെയും ആദരിച്ചു. നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലൂടെ മാതൃകയായ എലിക്സർ കരുണാലയയുടെ ഈ വർഷത്തെ സഹായ വിതരണങ്ങളും ചടങ്ങിൽ നടന്നു. കാശ്മീരിലെ ഉറി ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട മഹാരാഷ്ട്രയിലെ സൈനികരുടെ കുടുംബത്തിന് 1 ലക്ഷം രൂപ വീതവും കൂടാതെ ക്യാൻസർ, ഹൃദയരോഗബാധിതരായ നിർധനരായ രോഗികൾക്കുള്ള ചികിത്സാ സഹായവും വിതരണം ചെയ്തു. തുടർന്ന് കൈരളി ടിവിയുടെ നേതൃത്വത്തിൽ അരങ്ങേറിയ താരനിശയിൽ മെഗാസ്റ്റാർ മമ്മൂട്ടി, ഓസ്കാർ ജേതാവ് റസൂൽ പൂക്കുട്ടി, കൈരളി ടിവി മാനേജിംഗ് ഡയറക്ടർ ജോൺ ബ്രിട്ടാസ് തുടങ്ങിയ പ്രമുഖർ പങ്കെടുത്തു. പ്രേക്ഷകരെ ത്രസിപ്പിക്കുന്ന ഡാൻസുമായി ബോളിവുഡ് താരം ഇഷ തൽവാർ ശ്രദ്ധ നേടി. ഉത്തര ഉണ്ണിയും ഐശ്വര്യയും അവതരിപ്പിച്ച നൃത്തപരിപാടികളും ചടങ്ങിന് മികവേകി. കോമഡിയിൽ പുത്തൻ നമ്പറുകളുമായി ടിനി ടോമും നെൽസനും സരികയും സദസ്സിൽ ചിരിയുടെ പൂരമൊരുക്കി. റിമി ടോമി, അഫ്സൽ, അഖില എന്നിവർ നയിച്ച സംഗീത പരിപാടിയിൽ അംശു മുംബൈ ഗോൾഡൻ വോയ്സ് ഗായകരായ രാഹുൽ മുരളീധരൻ, ശ്രുതി മോഹൻ, രാജലക്ഷ്മി എന്നിവരും പങ്കാളികളായി. ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം മുംബൈയിലെ പൊതുപരിപാടിയിൽ പങ്കെടുക്കാനെത്തിയ മെഗാസ്റ്റാർ മമ്മൂട്ടിക്ക് ആവേശകരമായ വരവേൽപ്പാണ് നഗരത്തിലെ മലയാളികൾ നൽകിയത്. ന്യൂസ് ബ്യൂറോ, മുംബൈ. കേന്ദ്ര സർക്കാരിന്റെ സാമ്പത്തിക അടിയന്തരാവസ്ഥയ്ക്കെതിരെ പൂഞ്ഞാർ MLA PC ജോർജിന്റെ നേതൃത്വത്തിൽ ട്രെയിൻ തടയൽ സമരം. എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷനിൽ 1 മണിക്കൂറോളം ട്രെയിൻ ഗതാഗതം സ്തംഭിപ്പിച്ചാണ് PC ജോർജിന്റെ ജനപക്ഷ മുന്നേറ്റ പ്രസ്ഥാനം സമരം സംഘടിപ്പിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നൽകിയ വാഗ്ദാനങ്ങളൊന്നും പാലിക്കപ്പെട്ടിട്ടില്ലെന്നും ബാങ്കുകളിലെ പണം മുഴുവൻ കോർപ്പറേറ്റുകൾ കൊണ്ടുപോയെന്നും സമരം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് PC ജോർജ് പറഞ്ഞു. പ്രമുഖ പ്രതിപക്ഷ കക്ഷിയായ കോൺഗ്രസ് ഗ്രൂപ്പുകളിലൂടെ രാഷ്ട്രീയം മലീമസമാക്കുകയാണെന്നും PC ജോർജ് കുറ്റപ്പെടുത്തി. കേരള ജനപക്ഷ മുന്നേറ്റം എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ പ്രഖ്യാപനത്തിന് മുന്നോടിയായുള്ള ആദ്യ സമരമാണ് PC ജോർജിന്റെ നേതൃത്വത്തിൽ നടന്നത്. സമരത്തിൽ 100 കണക്കിന് പ്രവർത്തകരാണ് പങ്കെടുത്തത്. ആറ്റുകാൽ ദേവി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ പൊങ്കാല മഹോത്സവത്തിന്റെ മുന്നൊരുക്കങ്ങൾ ചർച്ച ചെയ്യാനായി അവലോകന യോഗം ചേർന്നു. മേയർ അഡ്വക്കേറ്റ് VK പ്രശാന്തിന്റെ അധ്യക്ഷതയിൽ ക്ഷേത്ര ഓഡിറ്റോറിയത്തിൽ ചേർന്ന യോഗത്തിൽ ഉത്സവ മേഖലയായി പ്രഖ്യാപിച്ച വാർഡുകളിലെ റോഡ്, ഓട നിർമ്മാണങ്ങൾ, കുടിവെള്ള പ്രശ്നം, തെരുവ് വിളക്ക് പ്രശ്നം എന്നിവ ചർച്ച ചെയ്തു. കോർപ്പറേഷൻ, വാർഡ് കൌൺസിലർമാർ, വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ, പോലീസ്, ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ, ക്ഷേത്ര ട്രസ്റ്റ് ഭാരവാഹികൾ തുടങ്ങിയവരും യോഗത്തിൽ പങ്കെടുത്തു. അതിർത്തിയിൽ സൈനികർക്ക് മോശം ഭക്ഷണമാണ് ലഭിക്കുന്നതെന്ന BSF ജവാന്റെ പരാതിയിൽ ദില്ലി ഹൈക്കോടതി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തോട് വിശദീകരണം തേടി. ചീഫ് ജസ്റ്റിസ് G. രോഹിണി, ജസ്റ്റിസ് സംഗീത സെഗാൾ എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ചിന്റേതാണ് നടപടി. ജവാന്റെ പരാതിയിൽ എന്ത് നടപടിയാണ് എടുത്തതെന്ന് വ്യക്തമാക്കി റിപ്പോർട്ട് നൽകണമെന്ന് ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശിച്ചു. ജവാന്മാർക്ക് നൽകുന്ന സൌകര്യങ്ങളെക്കുറിച്ച് റിപ്പോർട്ട് നൽകണമെന്നാവശ്യപ്പെട്ട് BSF, CRPF, CISF, ASB വിഭാഗങ്ങൾ കോടതി നോട്ടീസ് അയച്ചു.